എന്നാണ് ഇപ്പോഴുള്ള കണക്ക്. അത് വളരെ ഭയാനകമായ ഒരു സിറ്റുവേഷനാണ്. അത് ഈ പ്രമേഹം ഇങ്ങനെ കൺട്രോൾ ഇല്ലാതെ ആളുകൾക്ക് കൂടിക്കൂടി വന്നാൽ ആളുകൾ മുഴുവൻ രോഗബാധിതരായി തീരും. കുറച്ചു കഴിഞ്ഞാൽ പ്രമേഹം ഉള്ളവരും പ്രമേഹം വരാൻ പോകുന്നവരുമായിരിക്കും എല്ലാ ജനങ്ങളും. അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ നീങ്ങിപ്പോകും. അപ്പോൾ ഇതിന്റെ പ്രധാന സംഗതി നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഭക്ഷണത്തിലാണ്. ഒന്ന് ചോദിക്കാം, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ, അതിനെന്താ കുഴപ്പം? പരമ്പരാഗതമായ ഭക്ഷണങ്ങൾ നാം കഴിക്കുന്നുണ്ട്, അത് കേരളത്തിലെ ഭക്ഷണം വളരെ നല്ലതാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ സയന്റിഫിക്കായി നാം കഴിക്കുന്ന ഭക്ഷണം ശരിയല്ല. നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ കേരളത്തിൽ പ്രത്യേകിച്ചും അധിക പങ്കും അന്നജം അല്ല ചോറോ അല്ലെങ്കിൽ അരി കൊണ്ടുണ്ടാക്കിയ ഭക്ഷണങ്ങളാണ് കൂടുതലും. ഒരു ആരോഗ്യവാനായ ഒരാൾക്ക് ഒരു ദിവസം ഏകദേശം 1400 തുടങ്ങി 1600 കാലറീസ് ആണ് ആവശ്യം ശരീരത്തിലുള്ള ഊർജം. അതിൽ 700-800 കാലറി നമ്മൾ വെറും ചോറിന്നാണ് കിട്ടുന്നത്. അത് തെറ്റാണ്. നമുക്ക് കിട്ടേണ്ട കലോറി 50% മാത്രമേ നമ്മുടെ ചോറിൽ നിന്ന് കിട്ടാൻ പാടുള്ളൂ. ബാക്കിയുള്ള 30% കൊഴുപ്പിൽ നിന്നും 20% പ്രോട്ടീനിൽ നിന്നുമാണ് കിട്ടേണ്ടത്. ഈ കൊഴുപ്പും പ്രോട്ടീനും നമ്മുടെ ഭക്ഷണത്തിൽ വളരെ കുറവാണ്. സ്വാഭാവിക ഭക്ഷണത്തിൽ നമ്മൾ സാധാരണ കഴിക്കും, വെള്ളയപ്പം കഴിക്കും, പുട്ട് കഴിക്കും, അതിൻ്റെ കൂടെ പഴം കഴിക്കും, അതല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് കറി കഴിക്കും. ഇതൊക്കെ വെറും കാർബോഹൈഡ്രേറ്റ്, അതായത് അന്നജം മാത്രമാണ്. അതിൽ നിന്ന് കിട്ടുന്ന ഊർജം വെറും ഗ്ലൂക്കോസിന്റെ ഊർജം മാത്രമാണ്. അതിൽ പ്രോട്ടീൻ ഇല്ല, ഫാറ്റ് ഇല്ല. അതേസമയം 30% ഫാറ്റും 20% പ്രോട്ടീനും. അങ്ങനെ ബാക്കിയുള്ള 50% നമ്മുടെ കാർബോഹൈഡ്രേറ്റിൽ, അതായത് ചോറ് അല്ലെങ്കിൽ ഗോതമ്പ്, ഇതിൽ നിന്നൊക്കെ കിട്ടിയാൽ മാത്രമേ ഒരു സമീകൃതമായ ആഹാരമായി നമ്മുടെ ശരീരത്തിന് കേടുവരാതെ, ശരീരത്തിന് തൂക്കം കൂടാതെ, ശരീരത്തിൽ കൂടുതൽ ഊർജം ലഭിക്കാതെ ആവശ്യമായ ഊർജം മാത്രം കിട്ടി ആരോഗ്യപരമായ ഒരു സ്ഥിതിയിലേക്ക് എത്തുവാൻ പാടുള്ളൂ. നാം ചോദിക്കുക, ഈ ഊർജം കൂടുതലായാൽ എന്താ കുഴപ്പം? കൂടുതലായാൽ നമ്മുടെ രക്തത്തിലെ ഷുഗറിന്റെ അളവ് കൂടും, പ്രമേഹം വരും. അതിൽ പോരാഞ്ഞ് ഈ കൂടുതലുള്ള ഊർജം, ശരീരം ഉപയോഗിക്കാത്ത ഊർജം കൊഴുപ്പായി മാറി അത് ലിവറിന്റെ ഉള്ളിലേക്ക് പോയി ഫാറ്റി ലിവർ ആകാം. നമ്മളിപ്പോൾ അറിയാം, ഒരു അൾട്രാസൗണ്ട് സ്കാൻ എടുക്കാൻ പോയി കഴിഞ്ഞാൽ മിക്കവാറും 80% ആളുകൾക്കും ഫാറ്റി ലിവർ ഉണ്ടെന്നാണ് കാണുന്നത്. ഈ ഫാറ്റി ലിവർ എവിടെ നിന്ന് വരുന്നു? നാം കഴിക്കുന്ന ഫാറ്റിൽ നിന്നല്ല, നാം കഴിക്കുന്ന ഗ്ലൂക്കോസ് ശരീരത്തിൽ ഉപയോഗത്തിന് ശേഷം എക്സസ് ആയി വരുന്ന ഗ്ലൂക്കോസിനെ അത് ഫാറ്റായി മാറ്റി ലിവറിൽ പോയി അക്യുമുലേറ്റ് ചെയ്യണം. കുറച്ചു കാലം കഴിഞ്ഞാൽ ലിവർ സിറോസിസ് വരാം, ലിവർ ക്യാൻസർ വരാം. ഇത് നേരത്തെ നമുക്കറിയാം, ഒരുപാട് ആൽക്കഹോൾ എടുക്കുന്നവർക്കാണ് ലിവർ കേടുവരുന്നത്. ഇപ്പൊ ഇത് പറയുന്നത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്നാണ്. ആൽക്കഹോൾ കഴിക്കാതെ തന്നെ ലിവർ കേടാവുന്ന ഒരു സ്ഥിതിയാണ് ഈ അധികം അരിയും ചോറും അധികം പഞ്ചസാരയും ഒക്കെ ഉപയോഗിച്ചാൽ. അതുകൊണ്ട് നമ്മുടെ ഭക്ഷണത്തിൽ വളരെ ക്രമീകരിക്കാം. അപ്പൊ നിങ്ങൾ ചോദിക്കും, എങ്ങനെ ക്രമീകരിക്കാം? അത് വളരെ എളുപ്പമാണ്. ലോക ആരോഗ്യ സംഘടനയും ഇന്ത്യൻ ഡയബറ്റിക് അസോസിയേഷനും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും ഒക്കെ കൂടി ഒരു ഫുഡ് പ്ലേറ്റ് അത് നിശ്ചയിച്ചിട്ടുണ്ട്. എന്താണ് ഫുഡ് പ്ലേറ്റ്? ഫുഡ് പ്ലേറ്റ് ഒരു സ്പെഷ്യലൊന്നും അല്ല. നമ്മളൊരു പ്ലേറ്റ് എടുത്താൽ ആ പ്ലേറ്റിന്റെ പകുതി ഭാഗം പച്ചക്കറികളെ പാടുള്ളൂ. ആ പകുതി ഭാഗത്തിൽ അതായത് 1/4 ഭാഗം വേവിച്ച പച്ചക്കറികൾ, വെണ്ട, വഴുതന, ചീര, നാടൻ പയറ്, ക്യാബേജ്, ഇതൊക്കെ പകുതി 1/4 ഭാഗം. ബാക്കി 1/4 ഭാഗത്തിൽ പാചകം ചെയ്യാത്ത പച്ചക്കറി, അതായത് സാലഡ്സ്. അതിൽ കക്കിരിക്കാകാം, വെള്ളരിക്കയാകാം, ടൊമാറ്റോ ആകാം, ക്യാപ്സിക്കം ആകാം. അങ്ങനെ 1/2 ഭാഗം പച്ചക്കറികൾ മാത്രം. മറ്റുള്ള 1/2 ഭാഗത്തിൽ അതിന്റെ 1/4 ഭാഗം, അതായത് 50%, അതിന്റെ 50%ത്തിൽ അരിയാകാം, ഗോതമ്പാകാം, അല്ലെങ്കിൽ ബ്രെഡാകാം, അല്ലെങ്കിൽ 1-2 ചപ്പാത്തി, അല്ലെങ്കിൽ 1-2 ദോശ, 1 കപ്പ് ചോറ്. ബാക്കിയുള്ള 25%, ബാക്കിയുള്ള ഭാഗത്തിലേക്ക് കുറച്ച് പ്രോട്ടീൻ, അതായത് ഒരു മുട്ടയുടെ വെള്ള, അല്ലെങ്കിൽ ഒരു കഷ്ണം മീന്, അല്ലെങ്കിൽ ഒരു കഷ്ണം ചിക്കൻ, അതല്ലെങ്കിൽ മുളപ്പിച്ച പയറ്, അല്ലെങ്കിൽ കടല, അങ്ങനെ വെജിറ്റബിൾ പ്രോട്ടീൻ ആസ് വെൽ ആസ് ആനിമൽ പ്രോട്ടീൻ, അത് 1/4 ഭാഗം. മറ്റേ അരിയും ചോറും ഗോതമ്പും അടങ്ങുന്നത് 1/4 ഭാഗം. ബാക്കി 1/2 ഭാഗം പച്ചക്കറികൾ മാത്രം. ഇതാണ് ഒരു ഫുഡ് പ്ലേറ്റ്. നമ്മൾ 3 നേരം കഴിക്കുന്ന ഭക്ഷണ രീതികളും ഭക്ഷണത്തിലുള്ള ഉൾപ്പെടുന്ന സാധനങ്ങളും ഈ രീതിയിൽ അറേഞ്ച് ചെയ്താൽ നമ്മുടെ ശരീരത്തിന് കൃത്യമായിട്ടുള്ള ഊർജം കിട്ടും. അധിക ഊർജം ആവില്ല. അതുകൊണ്ട് ശരീരത്തിലുള്ള ചയാപചയത്തിന് ആവശ്യമുള്ള, ശരീര പ്രവർത്തനത്തിന് ആവശ്യമുള്ള ഊർജം ഈ ഫുഡ് പ്ലേറ്റിൽ നിന്ന് കിട്ടും. ഈ ഫുഡ് പ്ലേറ്റ് പ്രകാരം ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ പ്രമേഹത്തെ ഒരു 90% വരെയും മരുന്നുകളില്ലാതെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതിൽ ഒരു ഫ്രൂട്ട് ഉൾപ്പെടുത്താം, 1 ഗ്ലാസ് ചായ, അല്ല 1 ഗ്ലാസ് പാല്, അല്ല 1 ഗ്ലാസ് ഫ്രൂട്ട് ജ്യൂസ് എന്തെങ്കിലും ഉപയോഗിക്കാം. അതിൽ മധുരം ചേർക്കാതെ, ചായയിൽ പഞ്ചസാര ചേർക്കാതെ. അങ്ങനെ പഞ്ചസാര ചേർക്കാതെ ഒരു ഹാബിറ്റ് നമ്മൾ കുഞ്ഞുങ്ങളിൽ തന്നെ ഡെവലപ്പ് ചെയ്ത് പഠിക്കാൻ സമ്മതിക്കുന്നു. അതുപോലെ
ഉപ്പിന്റെ അളവും ഏറ്റവും കുറയ്ക്കണം. ഉപ്പ് അധികം ചേർക്കാതെ പഠിക്കാൻ ചെറിയ കാലം മുതൽ തന്നെ കുട്ടികൾക്ക് പരിശീലിപ്പിച്ചു കൊടുക്കണം. ഉപ്പ് കുറയ്ക്കണം, പഞ്ചസാര കുറയ്ക്കണം, മധുരസാധനം കുറയ്ക്കണം. അതേസമയം ഒരു ഫ്രൂട്ട് കഴിക്കാം ഒരു ദിവസം, ഒരു ആപ്പിള് അല്ലെങ്കിൽ ഒരു പേരയ്ക്ക, അതല്ലെങ്കിൽ കുറച്ച് മുന്തിരി, അല്ലെങ്കിൽ കുറച്ച് ചെറിയ പഴം, അങ്ങനെ ഒരു പാകത്തിന് ഒരു പോർഷൻ മാത്രം, ഒരു 100 ഗ്രാം അത് കഴിച്ചുകൊണ്ട് ഒരു കുഴപ്പം വരില്ല. അമിതമായി ഫ്രൂട്ട്സ് കഴിച്ചാൽ, അമിതമായി മധുരസാധനങ്ങൾ കഴിച്ചാൽ ഒക്കെ ഈ ഇൻഡെക്സ്, ഈ ഷുഗറുകൾ വല്ലാതെ കൂടിക്കൂടി പോയി ശരീരത്തിന് അപാകതയെ വരുള്ളൂ, അതൊരു ഗുണവും ചെയ്യില്ല. അപ്പൊ ഇങ്ങനെ ഒരു ഫുഡ് പ്ലേറ്റ് അനുസരിച്ച് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നിയന്ത്രിച്ചാൽ വളരെ പ്രധാനം. നമുക്കറിയാമോ, ഒരു ദോശ കഴിക്കുമ്പോൾ, സാധാരണ ഒരു ദോശ കഴിക്കുമ്പോൾ 60 കാലോറിയാണ് നമുക്ക് ശരീരത്തിൽ കിട്ടുന്നത്. അതൊരു മസാല ദോശ ആയിക്കഴിഞ്ഞാൽ 150 കലോറി ആവും. ഒരു പഫ്സിന് 200 കലോറി ഉണ്ട്. അല്ല, ഒരു ബർഗർ ആണെങ്കിലോ, കുട്ടികൾ തിന്നുന്ന ബർഗർ ആണെങ്കിലോ 300 കലോറിയാണ്. ഒരു നേരത്തെ ഭക്ഷണത്തിൽ ഒരു 300 കലോറി ബർഗർ വന്നാൽ വേറെ ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോ അതേസമയം ഈ ബർഗറിലുണ്ടാകുന്ന കൊഴുപ്പും ഫാറ്റി ആസിഡും ഒക്കെ, ഉപ്പും ഒക്കെ ശരീരത്തിന് ഹാനികരമാണ്. അപ്പൊ അങ്ങനെ ഹാനികരമായുള്ള ഈ ഫാസ്റ്റ് ഫുഡുകളൊക്കെ നമ്മൾ ഉപേക്ഷിച്ചിട്ട് നമുക്ക് സാധാരണ കിട്ടുന്ന പച്ചക്കറികളും, സാധാരണ കിട്ടുന്ന ചോറും, സാധാരണ കിട്ടുന്ന ഗോതമ്പ് അല്ലെ ചപ്പാത്തി, ഇതൊക്കെ ഉപയോഗിച്ചാൽ നമുക്ക് ഒരു സുഗമമായ ഫുഡ് പ്ലേറ്റിൽ കൂടി നമ്മുടെ ശരീരത്തിന് ഏറ്റവും ആരോഗ്യകരമായ ഒരു രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്താലും ഷുഗർ മുഴുവൻ കൺട്രോൾ ചെയ്യുമോ? കൺട്രോൾ ചെയ്യാം, വളരെയധികം കൺട്രോൾ ചെയ്യാം. ഷുഗർ കൺട്രോൾ ചെയ്തിട്ട് അതിന് പോരാതെ വരികയാണെങ്കിൽ ഗുളികകളോ, അല്ലെങ്കിൽ അതും പോരാതെ വരികയാണെങ്കിൽ ഇൻസുലിനോ എടുക്കേണ്ടി വരും. പിന്നെ വേറൊരു തരം ഡയബറ്റീസ് ഉണ്ട്, അതായത് ചെറിയ കുട്ടികൾക്കും ചെറിയ പ്രായക്കാർക്കും ഉണ്ടാകുന്ന ഡയബറ്റീസിനാണ്, പ്രമേഹത്തിനാണ് ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് വിളിക്കുന്നത്. അവർക്ക് ഇൻസുലിൻ തീരെ ഇല്ല. അത്തരം ആളുകൾക്ക് ഇൻസുലിൻ ഇഞ്ചക്ട് ചെയ്താലേ പറ്റുള്ളൂ. പ്രായപൂർത്തി വന്നവരിലുണ്ടാകുന്ന ഡയബറ്റീസ് ഇൻസുലിൻ ഉണ്ട്, പക്ഷെ അത് ഉപയോഗപ്രദമാകുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞത്, അവർക്ക് മരുന്നുകൾ കഴിച്ചിട്ട് പോരാതെ വരികയാണെങ്കിൽ, ഇൻസുലിൻ ഉണ്ടാകാത്ത ഒരു സ്ഥിതിയിലേക്ക് എത്തുകയാണെങ്കിൽ അവർക്ക് ഇൻസുലിൻ വേണ്ടി വരും. എങ്ങനെയായാലും രക്തത്തിലെ ഷുഗർ കൺട്രോൾ ചെയ്യാൻ നാം ശീലിച്ചിരിക്കണം. എന്നാൽ ഭാവിയിൽ വൃക്കകൾക്കും ഹാർട്ടിനും കണ്ണിനും ഞരമ്പുകൾക്കും ഒന്നും കേടുവരാതെ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും. അതുപോലെ വളരെ പ്രധാനമാണ് എക്സസൈസ്. വ്യായാമം എന്ന് പറഞ്ഞാൽ ജിമ്മിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 20 മിനിറ്റ് ദിവസവും രാവിലെ നടന്നാൽ അത് ധാരാളം മതിയാവും. അതല്ല, ഒരു 15-20 മിനിറ്റ് എയ്റോബിക് എക്സസൈസ് അല്ലെ അനോറോബിക് എക്സസൈസ് ഒക്കെ ചെയ്താലും ധാരാളം മതി. അവനവന്റെ വീട്ടിൽ തന്നെ അല്ലെങ്കിൽ മുറ്റത്ത് നടന്ന് നമുക്ക് ശരീരത്തിന് വ്യായാമം കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. വ്യായാമം ഇല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെത്തുന്ന ഷുഗർ അധികം ഉപയോഗപ്രദമാവില്ല. അത് വീണ്ടും കെട്ടി നടന്നിട്ട് അത് ലിവറിൽ പോയി ഫാറ്റി ലിവറിലാവും. അപ്പൊ ശരീരത്തിന് ആവശ്യമായുള്ള വ്യായാമം വേണം, കൃത്യമായ ഭക്ഷണം കഴിക്കണം, ഫുഡ് പ്ലേറ്റിനെ ഓർക്കണം. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ ഷുഗറിനെ നല്ലോണം കൺട്രോൾ ചെയ്ത് ശരീരത്തിന് ഭാവിയിൽ കേടുവരാതിരിക്കാൻ സൂക്ഷിക്കണം. ഇത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു മെസ്സേജാണ്. അത് നിങ്ങൾ കുട്ടികൾക്കും വീട്ടിലെല്ലാവർക്കും അടുത്തുള്ള ആളുകൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് വളരെ ആവശ്യമാണ്. നമ്മൾ ഷുഗറിന് മരുന്ന് കഴിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമായില്ല എന്ന് നാം പ്രത്യേകം ഓർക്കണം. ഷുഗർ കൺട്രോൾ ചെയ്യണം. കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ രക്തത്തിലെ ഷുഗറിന്റെ അളവ് നിങ്ങൾ നോക്കണം. നോക്കിയിട്ട് അത് കൂടുതലാണെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യണം, ഭക്ഷണത്തിൽ കൂടെയും അല്ലെ മരുന്നിൽ കൂടെയും. അത് കുറവാണെങ്കിൽ അതിനെന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ഡോക്ടർമാരെ കണ്ടാൽ അവർ പറഞ്ഞുതരും. അങ്ങനെ ഒരു സുഗമമായ ജീവിതം, ഈ ഷുഗർ ഉള്ളവർക്കും സുഗമമായ ജീവിതം